ഈ ഒരു ക്യൂട്ടായിട്ടുള്ള മിനി ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പേപ്പർ എടുത്തതിന് ശേഷം മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല, എന്നാലും ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ ഈസി ആയിട്ട് റെഡിയായി. അതിനുശേഷം അതിനിടയിൽ കുറച്ച് ചുരുട്ടി കൊടുക്കണം, എന്നാലും മാത്രമേ അത് സെക്യൂറായിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ടുള്ള സ്റ്റെമ്മും ലീഫും വരുന്ന പോർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെയിം സൈസുള്ള മറ്റൊരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് ഇതേപോലെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം റെഡിയായി. ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവർ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ അടിയിൽ ഇങ്ങനെ ചുരുട്ടി കൊടുത്തതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലും ചുരുട്ടി കൊടുക്കുക, അത് സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയുള്ളൂ, നമ്മുടെ ഫ്ലവർ ഈസി ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം കുറച്ചധികം ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ടത് എല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് പൊതിയാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഒരു പഴയ ബുക്കിൻ്റെ പേജാണ്. ഒരു ബ്രൗൺ കളർ, ഒരു എസ്തെറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രൗൺ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവർ അതിനുള്ളിൽ വെച്ചാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ക്യൂട്ട് ഫ്ലവർ ബൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒരു ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ത്രെഡ് വെച്ചിട്ട് ഇത് കെട്ടിക്കൊടുക്കാം. ഞാനിവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ആർക്കെങ്കിലും നമുക്ക് ഗിഫ്റ്റായിട്ടോ എങ്ങനെയായാലും കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.